ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സ്പെഷ്യൽ ലഡു ഉണ്ടാക്കിയല്ലോ. നിങ്ങളെ വീട്ടിൽ പഴുത്ത പഴമുണ്ടോ? ഈ തൊലിയൊക്കെ കറുത്ത ആ പഴം ഉണ്ടെങ്കിൽ കളയരുത് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ലഡു നമുക്ക് ഉണ്ടാക്കിക്കളയാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോയാലോ? അപ്പോൾ ഞാൻ എന്താ 3 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ ഏകദേശം നന്നായിട്ട് കറുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിലോട്ട് നമുക്ക് ഈ 3 ചെറുപഴത്തിനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർക്ക് കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഈ സ്പെഷ്യൽ ലഡു എന്ന് പറയുമ്പോൾ ഇത് ഇന്ന പഴത്തിലൊന്നുമില്ല, ഏത് പഴത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലഡു ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നെയ്യ് മാത്രമേ ചേർക്കാവൂ കേട്ടോ. നെയ്യ് ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പഴം ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ നെയ്യിൽ കിടന്ന് ഈ പഴം നന്നായിട്ടൊന്ന് വേകണം. കാരണം ഈ പഴത്തിനൊരു പച്ച ചുവയുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്ക് ഈ പഴവും നെയ്യും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെന്ത് വരണം. പഴം വെന്ത് വരണത് വരെ നമുക്കൊന്ന് ഇതിനെ ഇളക്കി കൊടുക്കാം. ഒരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് ഒരു കളറ് കിട്ടും. നമ്മുടെ ഈ ലഡുവിന് ഒരു നല്ലൊരു കളർ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും പഴവും ഈ നെയ്യും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെയും ഒരു ചെവയൊക്കെ മാറി കിട്ടാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാം. റവ ചേർത്തിട്ട് ഈ റവയും ഈ പഴവും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ എപ്പോഴും ചെറിയ തീ തന്നെ നമ്മളിത് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി റവയൊക്കെ നന്നായിട്ട് തന്നെ ഈ പഴത്തിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് ചൂടായ പാലാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പാലിൽ റവ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അതുവരെ നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ റവയും ഈ പാലും അതുപോലെ തന്നെ പഴവും ഈ നെയ്യ് എല്ലാം കൂടെ ചേർന്നിട്ട് ഇതിനെ ഒന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെയുള്ള ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. നോക്കിയേ, നമ്മുടെ ഹൽവ പരുവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്. പഴത്തിന് നല്ല മധുരക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇനി നമുക്ക് ഷുഗറും കൂടെ നന്നായിട്ട് അതിൽ നല്ല പോലെ തന്നെ മിക്സായിട്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഡെസിക്കനേറ്റഡ് കോക്കനട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചേർക്കാം. അല്ലെങ്കിൽ ചിരകിയ തേങ്ങ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താലും നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചിരകിയ തേങ്ങ അതേപോലെ തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നട്ട്സും ബദാമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുക. കപ്പലണ്ടി വേണോ അതും ചേർക്കാം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് കുറച്ച് ഏലക്കാപ്പൊടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലേവറിന് ഏലക്കാപ്പൊടിയും ചേർക്കാം. എൻ്റെ കയ്യിൽ ഏലക്ക ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഇടുന്നത് നല്ലൊരു ഫ്ലേവറാണ് ഈ ലഡുവിന് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മുടെ എള്ളൂടെ ചേർത്ത് കൊടുക്കണേ. എള്ളൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പാനിൽ നിന്നൊരു ഹൽവ പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്കിങ്ങനെ ഓരോ ചെറിയ ഉരുള എടുക്കുക. എടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഉരുളയാക്കി ഒരു ബോൾ ഷേപ്പിൽ, ഒരു ലഡുവിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷം നമുക്ക് ഓരോ ഉരുളയും നമുക്ക് വേറൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം. വൈകുന്നേര സമയത്തുണ്ടല്ലോ, ചായ കുടിക്കുന്ന ഒരു സമയം, ആ സമയത്ത് നമുക്കൊരു സ്നാക്സ് കഴിക്കാൻ കൊതിയായി. പെട്ടെന്ന് പഴം വീട്ടിലിരിപ്പുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ലഡു നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പെഷ്യലായിട്ടുള്ള ലഡുവൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. അതുപോലെ വലിയവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ലഡു. അപ്പോൾ നമ്മുടെ ലഡു എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഫൈനൽ ടച്ചാണ് നമ്മുടെ ലഡുവിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ലഡു കുട്ടന്മാരെ ചേർത്ത് കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ ലഡു കുട്ടന്മാരെ നമുക്ക് മൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കിഡിലൻ സ്പെഷ്യൽ ലഡു ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് വേണമെങ്കിലും നമുക്ക് കൂട്ടാം, കാരണം ഇതിൽ ഷുഗറില്ല, മൈദയില്ല, ഓയിലില്ല, ഇതൊന്നും ചേരാത്തത് കൊണ്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ സ്നാക്സ് നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഈ മൊരിഞ്ഞിരിക്കുന്ന നമ്മുടെ ആരോഗ്യവും രുചിയും ഒക്കെയുള്ള ഈ സ്പെഷ്യൽ ലഡുക്കുട്ടന്മാരെ നമുക്കൊരു വേറൊരു ബൗളിലോട്ട് മാറ്റിയാൽ മാത്രം മതി. ഈ ലഡുവിൻ്റെ രുചിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈസി ആയിട്ടുള്ള ഈ സ്പെഷ്യൽ ലഡു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ആ സുവർണ്ണ കരങ്ങൾ കൊണ്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ, മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബൈ.